അഴിമതി വിരുദ്ധ രാഷ്ട്രീയം തുറന്നുകാട്ടി രാജ്യത്ത് പുതിയ രാഷ്ട്രീയ ലോകം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ഡൽഹിയിൽ വിജയിച്ചു കയറിയ ആപ്പ് നേതാവ് അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ തന്നെ നേരിടേണ്ടി വന്നത് പകരം വെക്കാനില്ലാത്ത തോൽവിയാണ്. കോൺഗ്രസിനാവട്ടെ പേരിന് പോലും ഒന്നും നേടാനുമായില്ല. പരസ്പരം പോരടിച്ച് ഇരു പാർട്ടികളും തോൽവി ഏറ്റുവാങ്ങിയെന്നാണ് മറ്റു നേതാക്കളുടെ വിമർശനം. BJPക്കാവട്ടെ നീണ്ട 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ വിജയിച്ചു കയറാനും കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് AAP. കഴിഞ്ഞ തവണ 62 സീറ്റുകളുമായി മികച്ച വിജയം കൈവരിച്ച AAP 23 സീറ്റുകളിലേക്കാണ് ഒതുങ്ങിയത്. 27 വർഷത്തിനു ശേഷം ഡൽഹിയിൽ അധികാരത്തിലേക്ക് തിരിച്ചെത്തിയ BJP 47 സീറ്റുകളുടെ വൻ വിജയമാണ് കൈവരിച്ചത്. ആപ്പിന് ലഭിച്ച കനത്ത പ്രഹരമെന്നത് ദേശീയ കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ തോൽവിയാണ്. പർവേഷ് വർമ്മയാണ് കെജ്രിവാളിനെതിരെ വോട്ടുകൾ വാരി വിജയമുറപ്പിച്ചത്. കെജ്രിവാളിന് പുറമെ ജഗ്പുര മണ്ഡലത്തിൽ ജനവിധി തേടിയ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും തോറ്റു. എന്നാൽ കൽക്കാജി മണ്ഡലത്തിൽ ഡൽഹി മുഖ്യമന്ത്രിയും ആപ്പ് നേതാവുമായ അതിഷി വിജയിച്ചു. BJPയുടെ രമേശ് ബിദുരിയെയും കോൺഗ്രസിന്റെ അൽക ലാംബയെയുമാണ് അതിഷി പരാജയപ്പെടുത്തിയത്. ഡൽഹിയിലെ BJPയുടെ വൻ വിജയത്തിനു പിന്നാലെ ഇന്ത്യ മുന്നണിയിലെ നിരവധി നേതാക്കൾ AAPക്കെതിരെയും കോൺഗ്രസിനെതിരെയും രംഗത്തെത്തി. പരസ്പരം പോരടിച്ച് ഇരു പാർട്ടികളും തോൽവിയേറ്റു വാങ്ങിയെന്നതാണ് പ്രധാന വിമർശനം. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവു, CPI ദേശീയ ജനറൽ സെക്രട്ടറി D രാജ എന്നിവർ ഇരു പാർട്ടികളെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചു. വലിയ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് നിർവഹിക്കാത്തതാണ് തലസ്ഥാനത്തെ BJPയുടെ വിജയത്തിന് കാരണമെന്നുള്ള കുറ്റപ്പെടുത്തലും നടക്കുന്നു. നരേന്ദ്രമോദിയുടെ പ്രധാന എതിരാളി കെജ്രിവാൾ ആയിരിക്കുമെന്ന വിലയിരുത്തലുകൾ രാജ്യവ്യാപകമായി ഉയർന്നിരുന്നു. AAP ഡൽഹിയിൽ വിജയം ആവർത്തിച്ചതിന് ശേഷം പഞ്ചാബിലും കൂടെ പിടിമുറുക്കിയതോടെയാണ് കോൺഗ്രസിനെ മറികടക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ സ്വാധീനമുള്ള പ്രതിപക്ഷ പാർട്ടിയായി ആം ആദ്മി മാറുമെന്ന വിലയിരുത്തലുകൾ വരുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആപ്പ് ഉയർന്നു വന്ന ചരിത്രം കൂടി പറയേണ്ടി വരും. അഴിമതിക്കെതിരെ അന്നാ ഹസാരെയുടെ നേതൃത്വത്തിൽ നടന്ന ലോക്പാൽ സമരത്തിന്റെ മുന്നണി പോരാളിയായ അരവിന്ദ് കെജ്രിവാൾ കൃത്യമായ ലക്ഷ്യത്തോടെയാണ് 2012 ആം ആദ്മി പാർട്ടി രൂപീകരിച്ചത്. രാഷ്ട്രീയത്തിൽ രംഗപ്രവേശനം തുടങ്ങുന്നത് അങ്ങനെയാണ്. പാർട്ടി തുടങ്ങുന്ന ഘട്ടത്തിൽ യോഗേന്ദ്ര യാദവ്, പ്രശാന്ത് ഭൂഷൺ, കിരൺ ബേദി തുടങ്ങിയവരെല്ലാം പാർട്ടിയുടെ മുൻനിരയിലുണ്ടായിരുന്നു. പിന്നീട് ഇവരിൽ പലരും പാർട്ടി വിട്ടു. 2013 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആപ്പ് ശരിക്കും വരവറിയിച്ചത്. രൂപീകരണം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ ഡൽഹിയിൽ ഭരണം പിടിക്കുന്ന രീതിയിലേക്ക് ആം ആദ്മി പാർട്ടിയുടെ വളർച്ച തെല്ലൊന്നുമല്ല പ്രതിപക്ഷങ്ങളെ പേടിപ്പിച്ചത്. നീണ്ട 15 വർഷക്കാലം ഡൽഹി മുഖ്യമന്ത്രിയായി അധികാര കസേരയിലിരുന്ന ഷീലാ ദീക്ഷിതിനെയാണ് കെജ്രിവാൾ ഇറക്കിയത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ ഷീലാ ദീക്ഷിതിനെതിരെ നേരിട്ട് മത്സരിച്ചാണ് കെജ്രിവാൾ ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത്. AAP 28 സീറ്റുകളിലും BJP 31 സീറ്റുകളിലും കോൺഗ്രസ് 8 സീറ്റുകളിലുമായാണ് അന്ന് വിജയിച്ചത്. ഇന്ന് ഈ കണക്കുകളിൽ നിന്നും വിപരീതമായി തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ BJPക്ക് ഉണ്ടായിരുന്ന മുഖ്യ എതിരാളിയെ തുടച്ചു നീക്കാനായോ എന്നതും BJP വിരുദ്ധ സഖ്യമായി നിലകൊണ്ട ഇന്ത്യ സഖ്യത്തിന്റെ പരാജയമോ ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ടവരുടെ തമ്മിൽ തല്ലോ കാരണമായി എന്നത് വിശ്വസിക്കേണ്ടി വരും. എന്തൊക്കെ പറയുമ്പോഴും BJP വിരുദ്ധ രാഷ്ട്രീയത്തിനേറ്റ വലിയ പ്രഹരമാണ് ഈ തോൽവി. K-File ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ.